Welcome back on a new lecture on Laplace transform. Previous lecture നമ്മൾ Laplace transform of derivatives ആണ് പഠിച്ചത്. ഈ ലെക്ചറിൽ Laplace transform of integrals ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രലിന്റെ Laplace transformന്റെ റിസൾട്ട് ആണ് The result is Laplace transform of integral 0 to t f of u du is equal to 1 by s into Laplace transform of f of t. അതായത് ഒരു ഫംഗ്ഷന്റെ 0 to tയിലുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ 1 by s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ദിസ് ഈസ് ദ റിസൾട്ട്. സോ വി ഹാവ് ടു പ്രൂവ് ദിസ് റിസൾട്ട്. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ഇത്രയും പാർട്ട് നമ്മൾ ജി ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലെറ്റ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t f of u du. ദെൻ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് വി ക്യാൻ സേ ദാറ്റ് ജി ഡാഷ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് നമുക്ക് കൊടുക്കാം. കാരണം ഇൻ്റഗ്രേഷനും ഡെറിവേറ്റീവ്സും ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. സോ നമുക്ക് ജി ഡാഷ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആയതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഡാഷ് ടി. ഇനി ജി ഡാഷ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് പ്രീവിയസ് റിസൾട്ട് വെച്ചിട്ട് എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് 0 ആണ്. ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 to t എഫ് ഓഫ് യു ഡി ഒ ആണ്. ജി ഓഫ് 0 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 0 എഫ് ഓഫ് യു ഡി ഒ. ഇൻ്റഗ്രൽ 0 to 0 എന്ന് പറയുന്നത് 0 ആണ്. സോ thus we get that L of f of t is equal to s into L of g of t. g of 0 0 ആണ്. g of tയുടെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, സോ തിരിച്ചെഴുതുമ്പോൾ L of g of t is equal to 1 by s into L of f of t. g of tയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ g of t is actually integral 0 to t f of u d. That is L of integral 0 to t f of u du is equal to 1 by s into L of f of t. So this is the result. So നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രലിനെയും ആ ഫംഗ്ഷനെയും ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് L of f of tയെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് കൊടുത്താൽ the previous result is actually Laplace transform of integral 0 to t f of u du is actually 1 by s into capital F of s, which implies integral 0 to t f of u du is equal to inverse Laplace transform of 1 by s f of s. Okay, so in this way also we can conclude the result. 1 by s into f of s the inverse Laplace transform ആണ് integral 0 to t f of u du. Now this result has a very much use in the case of finding Laplace transform and inverse Laplace transform. നമ്മൾ previously ഡിഫറൻസിയേഷൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെ ഈ റിസൾട്ടുകൾ ലാപ്ലേസും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റിസൾട്ട് ഓർത്തിരിക്കുക. 1 by s into f of s ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t f of u du ആണ്. ഓക്കെ, സോ ലെറ്റ് us move on to some problems. Question: if L of f of t is equal to 1 by s square into s square plus a square, find f of t. അതായത് ചോദ്യം
ഈ ഫംഗ്ഷൻ്റെ 1/s² ഇൻറ്റു s² പ്ലസ് a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതാണെങ്കിൽ ആ ഫംഗ്ഷൻ ഏതാണ്, വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇനി നമുക്കറിയാം, വി നോ L inverse of 1/s² plus a² is actually 1/a into sin 80 എന്ന് നമുക്കറിയാവുന്ന റിസൾട്ടാണ്. Here the function is 1/s² into 1/s² plus a², which can be written as 1/s into 1/s² plus a² എന്ന് എഴുതാം. ഓക്കെ, ഇനിയും ഇവിടെ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s² പ്ലസ് a² എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ഇൻസൈഡ് പാർട്ട് ഈസ് ആക്ച്വലി 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. ഓക്കെ, ഇനി നമുക്കറിയാം L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഈസ് ആക്ച്വലി ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടി എഫ് ഓഫ് യു ഡി യു ആണെന്ന് നമുക്കറിയാം. സോ ആ റിസൾട്ട് വെച്ചിട്ട് 1/s ഇൻറ്റു 1/s² പ്ലസ് a²ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടോട്ടൽ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ആയിട്ട് എടുത്താൽ ദിസ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി 1/s ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുള്ള ഫോമിലാണ്. സോ അത് വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സോ ഈ റിസൾട്ട് L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്ന റിസൾട്ട് 2 ടൈംസ് മൾട്ടിപ്പിൾ ടൈംസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടാനാണ് സാധ്യത. സോ 1/s² 1/s ഇൻറ്റു 1/s ഇൻറ്റു നമുക്ക് എഴുതാം. 1/s² പ്ലസ് a²ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയുകയും ചെയ്യാം. ഓക്കെ, സോ വി പ്രൊസീഡ് ഇറ്റ് ബൈ 2 steps. 2 സ്റ്റെപ്പ് വെച്ചാണ് പ്രൊസീഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ 1/s² ഉള്ളത് കൊണ്ട് 1/s ഇൻറ്റു ഈ അകത്തെ ഫംഗ്ഷൻ്റെ ആദ്യം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. അതേ ഇൻറ്റു 1/s എന്നുള്ള ഫോമിലാണ് ഇതിൻ്റെ ആൻസർ. സോ അതിൻ്റെ ആൻസർ ഈ റിസൾട്ട് വെച്ച് കണ്ടുപിടിക്കാം. That's objective. So step 1. So find inverse Laplace transform of 1/s into 1/s² plus a². നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം L inverse of 1/s² plus a² is actually 1/a into sin 80. Okay, so here capital F of s is equal to 1/s² plus a². Okay, now this is actually f of t. L inverse of capital F of s ആണ് small f of t എന്ന് പറയുന്നത്. Okay, so L inverse of 1/s into 1/s² plus a² is actually of the form L inverse of 1/s into f of s എന്നുള്ള ഫോമാറ്റിലാണ്. This is actually integral 0 to t f of u du, where f of t is actually 1/a sin 80. So f of u is actually 1/a sin au. So this is actually integral 0 to t 1/a sin au du. So 1/a വെളിയിലെടുക്കുന്നു, integral 0 to t sin au du. Now sin au ന്റെ integral is actually minus cos au divided by a. So minus cos au divided by a. ലിമിറ്റ് കൊടുക്കുന്നു 0 to t. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 1/a വെളിയിലെടുക്കാം. സോറി മൈനസ് 1/a വെളിയിലെടുക്കാം. സോ മൈനസ് 1/a ഇൻറ്റു 1/a മൈനസ് 1/a². അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 80 മൈനസ് cos a ഇൻറ്റു 0. ദാറ്റ് ഈസ് minus 1/a² into cos 80. Cos 0 is 1. So this is actually minus അകത്തോട്ട് കൊടുക്കുമ്പോൾ 1/a² into 1 minus cos 80 is the answer. So നമ്മൾ L inverse of 1/s into 1/s² plus a² കണ്ടുപിടിച്ചു. Okay, this is actually
1 by a square into 1 minus cos a t. ഇത് നമ്മൾ വെച്ച് അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് 2, ഫൈൻഡിങ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. ഫൈൻഡിങ് L inverse of 1 by s square into 1 by s square plus a square. Okay, here take capital F of s is equal to 1 by s into 1 by s square plus a square. Okay, L inverse of capital F of s, that is L inverse of 1 by s into 1 by s square plus a square നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, which is previous result വെച്ചിട്ട് 1 by a square into 1 minus cos a t. ഓക്കെ, ഇതിനോടൊപ്പം ഒരു 1 by s വന്നേ ഉള്ളൂ. സോ L inverse of 1 by s into capital F of s is equal to integral 0 to t f of u du. ഈ L inverse of f of s ആണ് f of t എന്ന് പറയുന്നത്. Okay, so here f of t is actually 1 by a square into 1 minus cos a t. So this is actually, ഇവിടെ t ക്ക് പകരം u ആണ്. So integral 0 to t 1 by a square into 1 minus cos a u du. നമുക്ക് 1 by a square വെളിയിൽ എടുക്കാം. 1 by a square into integral എടുക്കുമ്പോൾ 1 integral is u minus cos a u ന്റെ integral is actually sin au divided by a. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു 0 to t. 1 by a square വെളിയിൽ എടുക്കാം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ t മൈനസ് sin a t by a മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ t is equal to 0 കൊടുക്കുമ്പോൾ u is equal to 0 കൊടുക്കുമ്പോൾ 0 minus sin 0 by a, that is 0. So the answer is actually 1 by a square into t minus sin at by a. Okay, this is L inverse of 1 by s into f of s. That is L inverse of 1 by s square into 1 by s square plus a square is actually equal to 1 by a square into t minus sin at by a. So this is the final answer. നമ്മളിത് ഒബ്സർവ് ചെയ്ത പാറ്റേൺ നമ്മളിത് ചെയ്തത് 1 by s square into 1 by s square plus a square. 1 by s square plus a square ഇൻവേഴ്സ് നമുക്കറിയാം. സോ 1 by s into 1 by s square plus a square കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? 1 by s into f of s ന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 0 to t f of u du ആണ്. വേറെ f of t എന്ന് പറയുന്നത് L inverse of capital F of s ആണ്. ഓക്കെ, ഇവിടെ L inverse of 1 by s square plus a square എടുത്തു കഴിഞ്ഞാൽ 1 by s into 1 by s square plus a square കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആൻസർ 1 by a square into 1 minus cos a t കിട്ടി. സോ 1 by s into ഈ പാർട്ടിൻ്റെ കിട്ടി. അതിനോടൊപ്പം 1 by s കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിച്ച് ഈസ് ഓഫ് ദ ഫോം 1 by s into f of s എന്ന് കിട്ടും. അതിൻ്റെ integral 0 to t f of u du വെച്ച് വീണ്ടും കണ്ടുപിടിച്ചാൽ 1 by s square into 1 by s square plus a square ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടും. സോ നമ്മളത് വീണ്ടും അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. Okay, so we move on to one more problem. Next question. If L of f of t is equal to s plus 1 divided by s square into s square plus 1, find f of t. Okay, so ഇവിടെയും s plus 1 divided by s square plus 1 എടുത്തു കഴിഞ്ഞാൽ 1 by s square എന്നുള്ള ഫോമാറ്റിലാണ് ഈ ഫംഗ്ഷൻ. സോ ഇവിടെ നമുക്ക് പ്രീവിയസ് റിസൾട്ട് ദിസ് ഈസ് ഓഫ് ദ ഫോം 1 by s square into സം f of s എന്നുള്ള ഫോർമാറ്റാണ്.
ഇതിനെ നമുക്ക് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആദ്യം അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ ടോട്ടലി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് കൊടുക്കുക. എന്നിട്ട് 1/s ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ള ഫോർമാറ്റിലാക്കിയാൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടും. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം സ്റ്റെപ്പ് 1. So finding L inverse of 1/s into s plus 1 divided by s square plus 1. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനു വേണ്ടി ദിസ് ഈസ് ഓഫ് ദ ഫോം 1/s into f of s. So capital F of s is equal to s plus 1 divided by s square plus 1. So അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. So L inverse of capital F of s ആണ് f of t. That is L inverse of s plus 1 divided by s square plus 1. Linearity property വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ L inverse of s divided by s square plus 1 plus L inverse of 1 divided by s square plus 1. ഇത് s divided by s square plus 1 square എന്നുള്ള ഫോർമാറ്റ് ആണ്. ദിസ് ഈസ് 1 divided by s square plus 1 square എന്നുള്ള ഫോർമാറ്റ് ആണ്. ബൈ ഡെഫിനിഷൻ ദിസ് ഈസ് ആക്ച്വലി ദിസ് ഈസ് കോസ് ടി പ്ലസ് ദിസ് ഈസ് സൈൻ ടി. നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് സൈൻ 80യുടെയും കോസ് 80യുടെയും റിസൾട്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു cos t plus sin t. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് L inverse of 1/s into capital F of s is equal to integral 0 to t f of u du, where f of t is equal to L inverse of capital F of s. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. L inverse of capital F of s is f of t. സോ ആ റിസൾട്ട് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ L inverse of 1/s into s plus 1 divided by s square plus 1 is actually integral 0 to t f of u എന്നുള്ളത് cos u plus sin u. So cos u plus sin u du എന്ന് കിട്ടും. ഓക്കെ, നമ്മളുടെ ഇൻ്റഗ്രേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് വെച്ച് ഇനി cos uവിൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി sin u, sin uവിൻ്റെ മൈനസ് cos u 0 to t. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin t മൈനസ് cos t മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 0 മൈനസ് cos 0. ദാറ്റ് ഈസ് sin t minus cos t minus sin 0 is 0, cos 0 is 1, so minus of minus 1 is plus 1. So sin t minus cos t plus 1. So this is the new f of t. ഇതാണ് പുതിയ f of t എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡിങ് L inverse of 1/s square into s plus 1 divided by s square plus 1. So this is of the form L inverse of 1/s into 1/s into s plus 1 divided by s square plus 1. Okay, so ഇത്രയും സാധനത്തെ f of s എന്ന് കൊടുക്കുക. That is L inverse of 1/s into capital F of s, where capital F of s is equal to 1/s into s plus 1 divided by s square plus 1. നമ്മൾ വീണ്ടും ഒരേ റിസൾട്ട് അപ്ലൈ ചെയ്തു. ആൻഡ് L inverse ഓഫ് ക്യാപിറ്റൽ F of s നെയാണ് നമ്മൾ f of t എന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ L inverse ഓഫ് 1/s into s plus 1 divided by s square plus 1 അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. sin t minus cos t plus 1, sin t
minus cos t plus 1. Okay. So ഇത് നമ്മൾ വീണ്ടും L inverse of 1 by s into capital F of s. പുതിയ f of s in the case, that is L inverse of 1 by s into 1 by s into s plus 1 divided by s square plus 1 is actually equal to integral 0 to t f of u du. That is integral 0 to t f of u is actually sin u minus cos u plus 1 du. That is sin u in the integral is minus cos u, cos u in the integral is sin u, t the integral is u, 0 to t. Upper limit കൊടുക്കുമ്പോൾ minus cos t minus sin t minus t minus of lower limit is minus cos 0 minus cos 0 minus sin 0 minus 0. That is cos 0 is 1, so minus of minus 1 is plus 1. So 1 ആദ്യം എഴുതുന്നു, sin 0 0 0 is 0, so 1 minus cos t minus sin t minus t. So ഇവിടെ plus t ആണ്, കാരണം ഇവിടെ plus t. Okay, so this is the answer. So L inverse of 1 by s square into s plus 1 into s square plus 1 is equal to 1 minus cos t minus sin t plus t. Okay, so this is the result. ഇത് നമ്മൾ 1 by s square into s plus 1 divided by s square plus 1. ആദ്യം ഈ അകത്തെ ഭാഗം s plus 1 divided by s square plus 1 നെ f of s എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് നമുക്കറിയാം. സോ 1 by s into s plus 1 divided by s square plus 1 ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡയറക്ട്ലി ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ആ ടോട്ടൽ ഭാഗത്തെ 1 by s into s plus 1 divided by s square plus 1 നമ്മൾ f of s എന്ന് കൊടുക്കുന്നു. അത് വെച്ചിട്ട് ഈ റിസൾട്ട് വീണ്ടും കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെ 1 by s cube ആണെങ്കിലും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ദ ഓൺലി തിങ്. ഓക്കെ, സോ ലെറ്റ് us do one more problem. Question number 3. If L of f of t is equal to 1 by s square plus 4s, find f of t. So ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L inverse ആണ്. സോ ആൻസർ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് L inverse of 1 by s square plus 4s ആണ്. ഓക്കെ, ഇത് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സോ 1 by s square plus 4sനെ നമുക്ക് 1 by s into 1 by s plus 4 എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് 1 by s into f of s എന്നുള്ള ഫോർമാറ്റിലാണ്. f of sൻ്റെ അറിയാമെങ്കിൽ, ഇൻ്റഗ്രൽ അറിയാമെങ്കിൽ, f of sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ. ഓക്കെ, സോ ഹിയർ ക്യാപിറ്റൽ f of s is equal to 1 by s plus 4. നമുക്കറിയാം L inverse of 1 by s minus a is e raised to at. So L inverse of 1 by s plus 4 is actually e raised to minus 4t. എക്ക് പകരം മൈനസ് 4 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്കിതറിയാം. സോ L inverse of 1 by s plus 4 or L inverse of f of s is equal to e raised to minus 4t. അതാണ് f of t. So f of t കിട്ടി. So here L inverse of f of s is equal to f of t is equal to e raised to minus 4t. Okay, now this is of the form 1 by s square plus 4s is of the form 1 by s into f of s. Okay, so L inverse of 1 by s square plus 4s
is equal to L inverse of 1 by S into capital F of S. L inverse of 1 by S into capital F of S is actually integral 0 to t f of u du, where f of t here is actually e raised to minus 4t. Okay, so L inverse of 1 by S square plus 4S is actually integral 0 to t e raised to minus 4u du, which is actually equal to e raised to minus 4u divided by minus 4, 0 to t. നമുക്ക് മൈനസ് 1/4 വെളിയിൽ എടുക്കാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 4t മൈനസ് ഇ റേസ് ടു 0 മൈനസ് 1/4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4t മൈനസ് 1. മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ മൈനസ്, സോ 1/4 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 4t. Okay. So this is the answer, that is L inverse of 1 by S square plus 4S is equal to 1/4 into 1 minus e raised to minus 4t. So ingane namakku cheyam. So I'll give you some more exercise as an assignment in your classroom. Thank you.